മുഖവര ലൈവിന്റെ ഈ ആഴ്ചയിലെ പ്രാദേശിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സീമ ദേവി. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ നോക്കാം. ചെറുകാട് സ്മാരക വായനശാലയുടെ പൊതുയോഗം സംഘടിപ്പിച്ചു. ചെറുകാട് സ്മാരക വായനശാലയിലേക്ക് 2024-25 വർഷത്തിലെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ പുസ്തകങ്ങൾ വാങ്ങിച്ചു. GWLP സ്കൂൾ പുലിപ്പാറക്കുന്നിൽ ഭരണഘടനാ ദിനം ആചരിച്ചു. പുലിപ്പാറക്കുന്ന് സ്കൂളിന് ഹരിത വിദ്യാലയം പുരസ്കാരം ലഭിച്ചു. കൊടകര ഷഷ്ടി ഡിസംബർ 7-ന്. പറക്കുന്ന സ്കൂളിൽ ദേശീയ വിരവിമുക്തി ദിനത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചെറുകാട് സ്മാരക വായനശാലയുടെ ബൈലോ ഭേദഗതി സംബന്ധിച്ചും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെയും വായനശാലയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചുമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഡിസംബർ 1 ഞായർ വൈകിട്ട് 4 മണിയോടുകൂടി പൊതുയോഗം നടത്തി. ശ്രീമതി മോളി ജോൺസന്റെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ ശ്രീ വിപിൻ അധ്യക്ഷത വഹിച്ചു. ചെറുകാട് സ്മാരക വായനശാലയിലേക്ക് 2024-25 വർഷത്തിലെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ പുസ്തകങ്ങൾ വാങ്ങിച്ചു. ചെറുകാട് സ്മാരക വായനശാലയിൽ 2024-25 വർഷത്തെ ഗ്രാൻഡ് ഉപയോഗിച്ച് നമ്മൾ ഇപ്രാവശ്യം ഒത്തിരി നല്ല പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വായനക്കാരുടെ താല്പര്യപ്രകാരം അവര് പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങൾ നമ്മളിവിടെ വാങ്ങിയിട്ടുണ്ട്. അഖിൽ പി ധർമ്മജന്റെ പ്രശസ്തമായ ഒരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി, നമ്മുടെ വായനശാലയിൽ അതുണ്ട്. പിന്നെ നിമ്ന വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അതുപോലെ എൻ മോഹനന്റെ ഒരിക്കല്, അങ്ങനെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് നോവലുകൾ, കഥകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നല്ല പുസ്തകങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല ബുക്കുകൾ നമ്മുടെ വായനശാലയിലുണ്ട്. കഥകളായാലും കവിതകളായാലും നോവലുകളായാലും ക്ലാസിക്കുകളായാലും പിന്നെ വിജ്ഞാനപ്രദമായ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ വായനശാലയിലുണ്ട്. അപ്പൊ എല്ലാവരും വായനശാല സന്ദർശിക്കുക, പുസ്തകങ്ങൾ എടുക്കുക, വായിക്കുക. നവംബർ 26-ന് GWLP സ്കൂൾ പുലിപ്പാറക്കുന്നിൽ ഭരണഘടനാ ദിനം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി സ്കൂളിൽ അസംബ്ലിയിൽ വച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ വായന നടത്തി. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26-ാം തീയതി ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കാക്കി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. മാലിന്യമുക്തം നവകേരളം എന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നവംബർ 27-ന് കൊടകര ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കുട്ടികളുടെ ഹരിത സഭയിൽ വെച്ചാണ് പുരസ്കാരത്തിനു അർഹരായത്. സ്കൂളിൽ നിന്നും 5 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. സ്കൂളിനും വിദ്യാർത്ഥികൾക്കും മുഖവര ലൈവിന്റെ അഭിനന്ദനങ്ങൾ. നവംബർ 26 ദേശീയ വിരവിമുക്തി ദിനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ രാജീവൻ സാറിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എന്താണ് വില എന്ന് നിങ്ങൾക്കറിയോ? അറിയോ? കേട്ടിട്ടുണ്ടോ? എന്താണ് വില? കേട്ടിണ്ട? ആരെങ്കിലും കേട്ടിണ്ട? ഇല്ല. കൊടകര കുന്നത്തൂർകോവിൽ ഷഷ്ടി മഹോത്സവം ഡിസംബർ 7-ന് നടക്കും. ഷഷ്ടി മഹോത്സവത്തിനോടനുബന്ധിച്ച് യുവജന സംഘം പുലിപ്പാറക്കുന്ന് ദേശത്തിന്റെ കൊടിയേറ്റം ഡിസംബർ 1-ന് രാത്രി 7 മണിയോടുകൂടി നടത്തി. ഈ ആഴ്ചയിലെ പ്രാദേശിക വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി. കൊടകര ഷഷ്ടി ദിനത്തിൽ ഓർഡർ പ്രകാരം ബിരിയാണി വീട്ടിലെത്തിച്ചു നൽകുന്നു. പുലിപ്പാർക്കുന്ന് പെട്രോൾ പമ്പിന് സമീപമുള്ള തനിനാടൻ ഹോട്ടലിൽ കൊടകര ഷഷ്ടി ദിനത്തിൽ ഓർഡർ പ്രകാരം ബിരിയാണി വീട്ടിലെത്തിച്ചു നൽകുന്നു. ചിക്കൻ ബിരിയാണി 130 രൂപ, ബീഫ് ബിരിയാണി 140 രൂപ,
ബീഫ് ഫ്രൈ 150 രൂപ. ഓർഡർ ചെയ്യുന്നതിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9995344046.